എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കുന്നില്ല. എല്ലാം എഴുതപ്പെട്ടതും എല്ലാം നിശ്ചയിച്ചതുമാണ് എങ്കിൽ പിന്നെ നമുക്കെന്ത് റെസ്പോൺസിബിലിറ്റിയാണുള്ളത്? നമ്മളൊന്നും ചെയ്യേണ്ടതില്ലല്ലോ. അതായത് ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജനിച്ചു വീഴുന്നത് എത്ര നാളാണോ ഈ ലോകത്ത് ജീവിക്കുവാനുള്ളത് അത്രയും നാൾ ജീവിച്ചു പോകാനുള്ള കഴിവുകളോടുകൂടിയല്ല, സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിച്ചു പോകാനുള്ള കഴിവുകളോടുകൂടിയാണ് ജനിച്ചു വീഴുന്നത്. സന്തോഷവും സമാധാനവും വേണോ, വേറെ പല ചോയ്സാണോ വേണ്ടത് എന്നത് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നമുക്ക് തന്നിരിക്കും. പക്ഷെ അത് ഏത് പ്രായത്തിലാണ് ഈ തിരഞ്ഞെടുക്കാനുള്ള കഴിവൊക്കെ നമുക്ക് അറിഞ്ഞു തുടങ്ങുന്നത്? ജീവിതത്തിൽ നമ്മൾ അതിയായി ആഗ്രഹിക്കുന്ന പലതും പ്രകൃതി നമ്മളിലേക്ക് കൊണ്ടുതരുന്നതാണ് പൗലോ കോലോ ആൽക്കമിസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ചിട്ട് തന്നെ പലരും ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. പണം, പ്രശസ്തി, പദവി ഇതെല്ലാം നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ടൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്. എന്നാൽ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വേണമെങ്കിൽ ജീവിതത്തിൻ്റെ മേലൊരു കൺട്രോൾ വേണം എന്നാണ് വൈബ്സ് പറയുന്നത്, നിസാം മാജിക് വൈബ്സ് പറയുന്നത്. എന്താണത്? ജീവിതത്തിൽ ഒരു നിയന്ത്രണം വേണമെന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോൾ അത് മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഈ പ്രകൃതിക്കൊരു സിസ്റ്റം ഉണ്ട്. ഈ പ്രകൃതി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്, ഓർഡർലിയാണ്, ഓർഡേഴ്സ് ആർ കണക്റ്റഡ് ആണ്. ഇത് നമുക്ക് ആർക്കും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് അല്ല, ഓർഡർലി അല്ല, അതുപോലെ തന്നെ നമുക്ക് കൃത്യമായ കൺസിസ്റ്റൻസി ഇല്ല. ഇവിടെ യൂണിവേഴ്സൽ സിസ്റ്റവും നമ്മൾ പ്രവർത്തിക്കുന്നത് രണ്ട് തലത്തിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുന്നില്ല. സത്യത്തിൽ എല്ലാവരും പറയും നിങ്ങൾ നന്നായി ആഗ്രഹിച്ചോടു ലഭിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് ലഭിക്കാം, ലഭിക്കാതിരിക്കാം. കാരണം യൂണിവേഴ്സൽ സിസ്റ്റം പ്രവർത്തിക്കുന്നത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മൾ എന്താണ് പറയുന്നത്, അതുപോലെ തന്നെ നമ്മൾ എന്തിനു വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്, എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതാണ് നമ്മുടെ ഫ്യൂച്ചർ. അപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫ്യൂച്ചറിനെ നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ വിഷ്വലൈസ് ചെയ്ത് ഇമാജിനേറ്റ് ചെയ്തുകൊണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ ചിന്തകളെ, വാക്കുകളെ, പ്രവർത്തനങ്ങളെ, ഫീലിങ്ങിനെ നമുക്ക് വേണ്ടതിനുമായിട്ട് അനുകൂലമാക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് റിയൽ മാനിഫെസ്റ്റേഷൻ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിതെല്ലാം വളരെ എളുപ്പത്തിൽ ലഭിക്കും. കുറച്ചും കൂടി ഈസി ആയിരിക്കും പ്രോസസ്സ്. കാരണം ഈ ലോകം സിസ്റ്റമാറ്റിക്കാണ്, ഓർഡർലിയാണ്. അപ്പോൾ അതങ്ങനെ തന്നെ വർക്ക് ചെയ്യുള്ളൂ. ഇത് സാധാരണ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും നമ്മൾ കോൺഷ്യസ്ലി അവെയറായോ അവെയർ അല്ലാതെയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പക്ഷേ ഈ മാനിഫെസ്റ്റേഷൻ എന്നുള്ള വാക്ക് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കാര്യമാണ്. ആളുകൾ വിചാരിക്കുന്നത് ഞാൻ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ട് നേടിയെടുക്കുന്ന ഒരു സാധനമാണെന്ന്. ഈ ആക്ടിവിറ്റീസ് ഹെൽപ്പ് ചെയ്യും. കാരണം ഈ ആക്ടിവിറ്റീസ് നമ്മളെ തോട്ട് പ്രോസസ്സ്, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഫീലിങ്സ്, ഇതിനെ നമുക്ക് അനുകൂലമാക്കി മാറ്റും. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനം എന്താണ്? ഈ 4 കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന, നമുക്ക് വേണ്ടതുമായി അലൈൻ ചെയ്യിക്കുക. യൂണിവേഴ്സ് കറക്റ്റ് പാത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കണേ. പക്ഷെ നമ്മൾ പലപ്പോഴും ഡിസോർഡറിലാവുന്നു, നമ്മൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നമ്മൾ ശീലിച്ചിട്ടില്ല. ആഗ്രഹങ്ങൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ല. ശരിക്കും പൈസ കൊടുക്കാണ്ട് കിട്ടുന്ന കാര്യങ്ങളൊന്നാണ് ആഗ്രഹങ്ങൾ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നാണ് ആഗ്രഹങ്ങൾ. അപ്പോൾ ആഗ്രഹങ്ങൾ സ്ഥലങ്ങളാവാം, ഒരു കാര്യം അച്ചീവ് ചെയ്യണം എന്നുള്ളതാവാം, എന്തെങ്കിലും ഒരു പൊസിഷനിൽ എത്തണം എന്നുള്ളതാവാം, ചിലപ്പോൾ ഒരു വ്യക്തിയാവാം, അങ്ങനെ പലതും ഉണ്ടാവാം. നമ്മൾ ഒന്ന് തന്നെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നിരുന്നു ഒരു വ്യക്തിയുടെ കാര്യം തന്നെ ഇപ്പോൾ എടുക്കാം. നമ്മൾ സാധാരണ യൂഷ്വലി മാനിഫെസ്റ്റേഷനിൽ പറയുന്നത് എന്തെങ്കിലും ഒരു പൊസിഷനിൽ എത്തുന്നതോ അല്ലെങ്കിൽ ഒരു കാര്യം അച്ചീവ് ചെയ്യുന്നതോ ആണ്. പലപ്പോഴും ഒരു വ്യക്തിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസ്ഥേനെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് ജീവിതം ഒരു ഡയറക്ഷനിലേക്ക് മാത്രം മൂവ് ചെയ്ത് ഒരു പോയിന്റിൽ അത് കിട്ടിയില്ലെന്ന് വരുന്ന സമയത്ത് അതുവരെ ജീവിച്ച ജീവിതമൊക്കെ വേസ്റ്റായി പോയിരുന്നു. ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതം ഒറ്റ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് വരികയായിരുന്നു. അവസാനം നേരെ വന്നിരുന്ന് വഴി തീർന്ന ഒരവസ്ഥയിലെത്തി നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റിലെത്തിയ ഒരാൾ ഇങ്ങനെ തിരിച്ചു വരും. അല്ലെങ്കിൽ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു പോക്കാണോ എന്നുള്ളത് അങ്ങനെ തിരിച്ചറിയും. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നൊരു സാധനം നടക്കാതെ പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഒരാൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓൾറെഡി അത് നടന്നിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഓൾറെഡി നടന്നൊരു കാര്യം നമുക്ക് ലഭിക്കാതിരുന്നാൽ പോലും നമ്മൾ നിരാശനാവില്ല എന്നാണ്.
ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗാന്ധിജിയുടെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഫ്രീഡം. പക്ഷെ ഗാന്ധിജി അത് അനുഭവിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മളത് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ശരിക്കും ഗാന്ധിജിയുടെ ഒരു മാനിഫെസ്റ്റേഷൻ്റെ റിസൾട്ടാണ് ഇന്ന് നമ്മൾ ഫീൽ ചെയ്യുന്ന ഫ്രീഡം, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഫ്രീഡം. അപ്പോൾ ഒരിക്കലും മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് റിസൾട്ട് ഇല്ലാതെ ആവില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ എവിടെയാണ് ഇതിൻ്റെ ചലഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അല്ല എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത് എക്സ്പെക്റ്റേഷനാണ്. എക്സ്പെക്റ്റേഷൻ ആൾവേസ് ക്രിയേറ്റ് സഫറിങ്. എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കിട്ടാതിരിക്കുക. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിരിക്കും. ഇത് ഞാൻ പറയുന്നത് ഒരു മെൻ്റൽ സ്റ്റേറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഫിസിക്കലി ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അത് ലഭിച്ചതുപോലെയാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിക്ക് നിരാശയുണ്ടാവില്ല. കാരണം ഹീസ് ഓൾറെഡി എക്സ്പീരിയൻസിങ്, ആ ഗോളിനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ ചില വ്യത്യാസങ്ങളിലൂടെ ലഭിക്കാം, ചിലപ്പോൾ അതിനെക്കുറിച്ച് ഡൈവേർട്ട് ചെയ്ത് ലഭിക്കാം. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാനിഫെസ്റ്റേഷൻ്റെ പാത്ത് പീസ്ഫുൾ ആയിരിക്കും. അതേസമയം ഇതിൻ്റെ കൂടെ എക്സ്പെക്റ്റേഷൻ ചേർക്കുന്ന ആളുകളുണ്ട്. അവർ സഫർ ചെയ്യുക. കാരണം അവർക്ക് എന്താണ്, ഇപ്പം നേരത്തെ ചോദിച്ച ചോദ്യമാണ് അവരുടെ ഉള്ളിലുള്ളത്. ഇത് നടന്നില്ലെങ്കിൽ ഇനി എന്ത് എന്ന് പറഞ്ഞാൽ അത് നടക്കാനുള്ള സാധ്യത കുറവാണ്. അല്ല, അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം പ്രീഡിസ്റ്റൈൻഡ് ആണ്, എഴുതപ്പെട്ട കാര്യങ്ങളാണ്, നമ്മൾ അതിലെ ഒരു എനിക്ക് തോന്നുന്നത് എഴുതപ്പെട്ടോ ഇല്ലേ എന്നറിയില്ല. പക്ഷേ ഫ്രീ വിൽ എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതായത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാം എഴുതപ്പെട്ടതും എല്ലാം നിശ്ചയിച്ചതുമാണ് എങ്കിൽ പിന്നെ നമുക്കെന്ത് റെസ്പോൺസിബിലിറ്റിയാണുള്ളത്? നമ്മളൊന്നും ചെയ്യേണ്ടതില്ലല്ലോ. അതല്ല, ഇവിടെ ഫ്രീ വിൽ എന്ന് പറയുന്ന ഒരു സാധനം വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജനിച്ചു വീഴുന്നത് ആ മനുഷ്യന് എത്ര നാളാണോ ഈ ലോകത്ത് ജീവിക്കുവാനുള്ളത് അത്രയും നാൾ ജീവിച്ചു പോകാനുള്ള കഴിവുകളോടുകൂടിയല്ല, സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിച്ചു പോകാനുള്ള കഴിവുകളോടുകൂടിയാണ് ജനിച്ചു വീഴുന്നത്. ഇവിടെ ഇത് സന്തോഷവും സമാധാനവും വേണോ, അതല്ല വേറെ പല ചോയ്സാണോ വേണ്ടത് എന്നത് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നമുക്ക് തന്നിരിക്കും. പക്ഷെ അത് ഏത് പ്രായത്തിലാണ് ഈ തിരഞ്ഞെടുക്കാനുള്ള കഴിവൊക്കെ നമുക്ക് അറിഞ്ഞു തുടങ്ങുന്നത്? അല്ല, ഈ ചെറുപ്പം മുതലേ ഉണ്ട്. ചെറുപ്പം മുതൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാം. ചെറുപ്പം മുതലേ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട്. കുട്ടികളുടെ ചോയ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, അവരുടെ ഓരോ ആക്ഷനുകൾ ശ്രദ്ധിച്ചു നോക്കൂ. അവർ വളരെ റെസ്പോൺസിബിൾ ആയിരിക്കും കാര്യങ്ങളിൽ. അതുകൊണ്ടാണ് പറയുന്നത് ഒരു കുട്ടിയുടെ കളിപ്പാട്ടം നഷ്ടപ്പെടുന്നത് ഒരു രാജാവിന് അവൻ്റെ രാജ്യം നഷ്ടപ്പെടുന്നതിനേക്കാൾ വേദന ഉണ്ടെന്ന് പറയും. കാരണം അവൻ അത്രയും റെസ്പോൺസിബിൾ ആണ്, അത്രയും കണക്റ്റഡ് ആയിരിക്കും അവൻ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, വളർന്നു വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ഫ്രീഡം ഉപയോഗിക്കുവാനുള്ള ഒരു കഴിവ് നമുക്ക് ലഭിക്കുന്നു. ഇവിടെ നമുക്ക് ഡിസ്ട്രാക്ഷനിലൂടെ, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ സിറ്റുവേഷനുകൾ, സാഹചര്യങ്ങൾ, നമ്മൾ നേരിടുന്ന ഇവൻറ്റുകൾ, ഇതിനെ നമ്മളെ റീഡയറക്റ്റ് ചെയ്യും. അപ്പം ഇവിടെ കൃത്യമായിട്ട് സ്റ്റാൻഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഈസിയാണ്. അപ്പം ഇവിടെയാണ് ശരിക്കും ലൈഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്നുണ്ട്, മാത്സ് പഠിക്കുന്നു, പല വിഷയങ്ങൾ പഠിക്കുന്നു, എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കുന്നില്ല. ഈ ഒരു എഡ്യൂക്കേഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഇതിന് കുറേ ക്ലിയർ ആവും. വളരെ സിമ്പിളാണ് ലൈഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. പക്ഷേ ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നമുക്ക് നേരത്തെ ലഭിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും ലൈഫ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫ്രീ വില്ലിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെ അവൻ ഉപയോഗപ്പെടുത്തുന്നു ആ റിസൾട്ട് അവന് ലഭിക്കും. കാരണം അല്ലെങ്കിൽ ബറാക്ക് ഒബാമ ഒരിക്കലും അമേരിക്കയുടെ പ്രസിഡന്റ് ആവില്ല. മനസ്സിലായോ? സ്കൂളിൽ നിന്ന് ഇനി ഈ സ്കൂളിലേക്ക് നിങ്ങളെ മകനെ പറഞ്ഞയക്കരുത് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്ത് അയച്ച ഒരു വ്യക്തിയുണ്ട്, ലെസ് ബ്രൗൺ. അദ്ദേഹം ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന അഞ്ച് കോച്ചസ് അല്ലെങ്കിൽ ബിസിനസ് കോച്ചസിൻ്റെ അല്ലെങ്കിൽ ട്രെയിനേഴ്സിൻ്റെ കാറ്റഗറിയിൽ അദ്ദേഹം വരില്ല. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഇപ്പോഴുള്ള സാഹചര്യമോ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു വന്ന അവസ്ഥയോ എന്നതിനേക്കാൾ ഉപരി നമ്മൾ
നമ്മെ വളർത്തണമെന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാൽ ഈ ലോകത്ത് ഒരാൾക്കും നമ്മളെ തടുക്കാൻ കഴിയില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഇപ്പോൾ പറയുന്ന പോലെ നമുക്കൊരു എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ഈ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടുള്ളൊരു ഫ്രീ വില്ല്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കാര്യം വന്നതോടുകൂടി ഇത് ഒക്കെ വിട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ പേര് റെസ്പോൺസിബിലിറ്റി എന്നായിരിക്കും പലപ്പോഴും. അതായത് മറ്റാരോടെങ്കിലും ഉള്ള ഉത്തരവാദിത്വം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് തീർക്കാനുണ്ടാവുക, നമുക്ക് വേണ്ടി അല്ലാണ്ട് മറ്റു പല കാരണങ്ങൾക്കും വേണ്ടി ജീവിക്കേണ്ടി വരിക. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ശരിക്കും നമുക്ക് എന്താണ് വേണ്ടതെന്ന് പോലും ഒരു പരിചയം മറന്നു പോകും, ഇല്ലേ? അപ്പം നമുക്ക് മനസ്സിൽ എനിക്കിതാവണം എന്ന് വിചാരിക്കും. എന്നാൽ പ്രവൃത്തിയിൽ അത് പറ്റി യാതൊരു ബന്ധമില്ലാത്തൊരു ജീവിതം ജീവിക്കേണ്ടി വരുന്ന ഒരാൾക്ക് ശരിക്കും അതൊരു ഫ്രസ്ട്രേഷൻ ആയിരിക്കുമല്ലോ ഉണ്ടാക്കുക. തീർച്ചയായും. മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ല മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതല്ല, ഈ പറഞ്ഞ പൊസിഷൻ ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. ഇവിടെ എന്താണ്, നമുക്കൊരു ചോയ്സ് ഉണ്ട്. ആ ചോയ്സിൽ നിലനിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് ഏറ്റവും മിനിമം പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഏതൊരാൾക്കും അങ്ങനെ തന്നെയാണ്. ലോകത്തെ എല്ലാ ആളുകൾക്കും 24 hours നൽകിയിട്ടുള്ളത്. ഈ 24 hours എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. ഇപ്പോൾ നമുക്ക് 24 hours മതിയാവുന്നില്ല എങ്കിൽ ഈ ലോകത്ത് അടക്കി ഭരിക്കുന്ന പല ആളുകൾക്കും 24 hours, അവർക്ക് കൂടുതലൊന്നുമില്ല, 2 തലയോ 2 ഹൃദയമോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിനെന്താണ്, അതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിച്ച് അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ആളുകളുടെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എനിക്ക് ഒരുങ്ങി വരണമെന്നാണ്. അങ്ങനെ ഒരു ലോകം ഇല്ല. ഇപ്പോൾ നമ്മൾ കുറേ കടം ഉണ്ടാക്കുന്നു, കുറേ ആൾക്കാർ വന്ന് നമ്മൾ കടം വീട്ടണം, ഞാനൊരു പ്രശ്നത്തിൽ പെടുന്നു, ആരെങ്കിലും വന്ന് എന്നെ രക്ഷിക്കണം. ഇങ്ങനൊരു സാധനം ഇല്ല ഈ ലോകത്ത്. അങ്ങനെ ഒരു സാധനമേ ഇല്ല. മിഥ്യാധാരണയാണ്, ഇല്യൂഷനാണത്. ഇവിടെ എന്ത് വേണം, എനിക്ക് വേണമെങ്കിൽ ഞാൻ ഇറങ്ങി പുറപ്പെടണം, ഞാൻ അതിന് പരിശ്രമിക്കണം. ഈ ലോകത്ത് അതിനുള്ള വിശാലമായ സാധ്യതകൾ നിലനിൽക്കുന്നു. ആ സാധ്യതകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം, അതിന് മുന്നിലേക്ക് വരുന്ന പ്രതിസന്ധികളെ അഭിമുഖീകരിക്കണം. പക്ഷേ ഈ യാത്ര പീസ്ഫുള്ളാക്കി കൊണ്ടുപോകാൻ പോലും അവന് കഴിയും എന്നുള്ളതാണ്. അതാണ് ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഈ യാത്ര പോലും പീസ്ഫുള്ളായിരിക്കണം. എങ്ങനെ അത് പീസ്ഫുള്ളാക്കാമെന്ന് ചോദിച്ചാൽ അവിടെ പർപ്പസ് ഉണ്ടെങ്കിൽ അത് പീസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി ഒക്കെ സൈഡിൽ കൂടെ നടന്നു പോയിക്കോളൂ, നടന്നോളൂ, കുറച്ചുകൂടി ഈസി ആയിട്ട്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്റലക്ച്വലി മനസ്സിലാക്കി എങ്ങനെ പറയണ്ട ഒരു ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു പ്രാക്ടീസ് ആണോ? അത്രയ്ക്ക് ആത്മാർത്ഥത അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ താലേ നമ്മൾ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണോ? നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവർത്തനങ്ങൾ, ഫീലിംഗ്, ഇത് അലൈൻ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ചില സാഹചര്യങ്ങളിൽ ഓട്ടോമാറ്റിക്കലി അലൈൻ ചെയ്യപ്പെട്ടേക്കാം. പക്ഷേ ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാൾ അവൻ ഇൻറ്റൻഷനലി ഈ അലൈൻമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പുസ്തകത്തിൽ ഞാൻ വായിച്ച സെൽഫ് ലവിനെ പറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു സെൽഫിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സെൽഫ് ലവിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഒരാൾക്ക് മനസ്സിലാവണം? ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അവന് സെൽഫ് ലവ് ഉണ്ട്. എന്ന് സെൽഫ് ലവ് അവനില്ലെങ്കിൽ അവന് ഈ ലോകത്ത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് സെൽഫ് ലവിന്. അത് കുഞ്ഞുങ്ങളെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. അവർ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവും അവരുടെ ഓരോ കാര്യങ്ങൾക്കും. കുട്ടികൾ അവരെന്നെ പേര് പറഞ്ഞിട്ട് പറയുന്നത് കേട്ടിട്ടില്ലേ? ഇത് അമ്മൂൻ്റെയാണ്, ഇത് അപ്പൂൻ്റെയാണ് എന്നൊക്കെ പറയുന്ന. അപ്പം എന്താണ് അത് നമ്മുടെ അടിസ്ഥാനപരമായുള്ള ഒരു സെൽഫ് ലവ്. സെൽഫ് ലവ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ സെൽഫ് ലവ് വാക്ക് കുറേ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാനും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാനും നമ്മളെ ഉൾക്കൊള്ളാനും നമ്മെ അഗാധമായി സ്നേഹിക്കാനും കഴിയുക എന്നുള്ളതാണ്. സെൽഫ് ലവ് മാത്രമല്ല, അടുത്തൊരു പോയിന്റ് കൂടെ ഉണ്ട്, അത് അൺകണ്ടീഷണൽ ആയിരിക്കണം. എൻ്റെ മുഖത്തുള്ള മുഖക്കുരു മാഞ്ഞിട്ട് വേണ്ട എന്നെ സ്നേഹിച്ചു തുടങ്ങാൻ. എൻ്റെ സൗന്ദര്യത്തെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ മുഖം വെളുക്കേണ്ടതില്ല. എൻ്റെ ഹൈറ്റ് കൂടിയിട്ട് വേണ്ട ഞാൻ ഒരു ജെൻറ്റിൽമാനാണെന്ന് പറയാം. ഈ തരത്തിലേക്ക് നമ്മൾ എങ്ങനെയാണോ ഉള്ളത്, എവിടെയാണോ ജനിച്ചത്, ഇപ്പോൾ നമുക്ക് എത്ര കടമാണോ ഉള്ളത്, നമ്മൾ എത്രമാത്രം ഹെൽത്താണോ ഉള്ളത്, ഹെൽത്ത് കുറവായിരിക്കാം, കൂടുതലായി എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ ഉള്ള എന്നെ ഞാനായി മനസ്സിലാക്കുകയും ഞാനായി അംഗീകരിക്കുകയും എന്നെ അഗാധമായി സ്നേഹിക്കാൻ കഴിയുകയും ചെയ്യണം. വിത്തൗട്ട് എനി കണ്ടീഷൻ, അൺകണ്ടീഷണലി. അങ്ങനെ ഒരാളായി മാറിയാൽ നിങ്ങൾക്ക് ആരെയും അൺകണ്ടീഷണലി സ്നേഹിക്കാൻ കഴിയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ബസ്സിൽ കയറുന്നു. ആ ബസ്സിലെ സീറ്റെല്ലാം ഫുള്ളാണ്. അവിടേക്ക് ഒരു വൃദ്ധനായ ഒരാൾ കയറി വരും. അയാൾ കയറി വന്നിട്ട്
നിങ്ങളിരിക്കുന്ന സീറ്റിൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് അവിടെ 2 ചോയ്സ് ഉണ്ട്. ഒന്നെന്താണ്, അദ്ദേഹത്തിന് എഴുന്നേറ്റ് സ്ഥലം കൊടുക്കുക. പക്ഷേ ഈ ബസ് 3 മണിക്കൂർ യാത്ര ചെയ്യുന്നതാണ്, ഇനി സീറ്റ് കിട്ടുമെന്ന് അറിയില്ല. അല്ലാത്തൊരു ചോയ്സ് എന്താണ്, നിങ്ങൾക്ക് അയാളെ മെയിൻ ചെയ്യാതിരിക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഇയാൾ എന്താണ് ഇവിടെ തന്നെ വന്നതെന്നത്, അയാൾ കുറച്ച് മുമ്പിൽ നിന്നൂടായിരുന്നു, എല്ലാവരും എന്നെയാണല്ലോ നോക്കുന്നത്. അപ്പോൾ സെൽഫ് ലവ് ഉള്ള ആൾ ഇതിൽ ഏത് ചൂസ് ചെയ്യും? സെൽഫ് ലവ് ഉള്ള ആൾ ഏതായിരിക്കും ചൂസ് ചെയ്യുക? സെൽഫ് ലവ് ഉള്ള ആൾ ചൂസ് ചെയ്യുന്നത് ഒരു ചിന്തക്ക് പോലും വകയില്ലാതെ അദ്ദേഹത്തെ അവിടെ ഇരുത്തും. എന്നിട്ട് അവൻ്റെ തൊട്ട് ചേർന്നുകൊണ്ട് അവനെ അപ്രീഷിയേറ്റ് ചെയ്യും. യു ഡിഡ് എ ഗുഡ് ജോബ്. മനസ്സിലായോ? ഇതാണ് സെൽഫ് ലവ്. അപ്പോൾ പലപ്പോഴും സെൽഫ് ലവ് എന്ന് പറയുന്നത് ആളുകൾക്ക് അറിയില്ല. എല്ലാ സ്ഥലത്തും ഇങ്ങനെ കേൾക്കും സെൽഫ് ലവ്, സെൽഫ് ലവ്. സെൽഫ് ലവ് അൺകണ്ടീഷണലി ആണെങ്കിൽ സെൽഫ് ലവ് ത്യാഗമാണോ? ത്യാഗമല്ല. സെൽഫ് ലവ് എന്ന് പറയുന്നത് അവനവനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടും അവനവനെ സംരക്ഷിച്ചുകൊണ്ടും കണ്ടീഷൻ ഇല്ലാതെ അവനവനെയും മറ്റുള്ള ആളുകളെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടീഷണലി സ്നേഹിക്കുമ്പോൾ അവിടെ സഫറിങ്സ് ക്രിയേറ്റ് ചെയ്യും. എവിടെ കണ്ടീഷൻ ഉണ്ടോ അവിടെ സഫറിങ്സ് ഉണ്ട്, എവിടെ എക്സ്പെക്റ്റേഷൻ ഉണ്ടോ അവിടെ സഫറിങ്സ് ഉണ്ട്. അപ്പോൾ അൺകണ്ടീഷണലി ആണെങ്കിൽ ഈ ആളിൽ നിന്ന് എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്? ഒന്നും പ്രതീക്ഷിക്കാനില്ല. സോ നമ്മൾ ഫ്രീ ആയി. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വളരെ സിമ്പിളാണ്. എവിടെയാണ് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴാണ്. എക്സ്പെക്ടേഷൻ വെച്ച്, അതെ, കണ്ടീഷൻസ് വെച്ചും ജഡ്ജ്മെൻറ്റ് വെച്ചുമൊക്കെ നമ്മൾ വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലേക്ക് നമ്മൾ ലൈഫിനെ കൊണ്ടുപോകും. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മളുടെ ചുറ്റുമുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അവരോടൊക്കെ നമുക്ക് വഴക്കിടേണ്ടി വരൂലേ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനും? വേണ്ടല്ലോ, അവരെ ആക്സെപ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പൊ അതൊരു ഡിനയൽ ആവൂലേ? അല്ല, അവരെന്തിനാ? അതാ ഞാൻ പറയുന്നത്, നമ്മൾ അൺകണ്ടീഷണലി എന്നെ ഇഷ്ടപ്പെടാൻ എനിക്ക് ആരുടെ പെർമിഷൻ വേണം? ഇപ്പം നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലാകാൻ പറയാം. ഇപ്പം നിങ്ങൾ നോക്കൂ, ചില ആളുകളിലേക്ക് ചായും. എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യൻ്റെ തേട്ടം 2 കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന് അപ്രീസിയേഷൻ, 2 ലവ് ആൻഡ് അപ്രീസിയേഷൻ ഒരു മനുഷ്യന് നിലനിൽക്കണമെങ്കിൽ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കതിനൊരു പാത്രമായിട്ട് എടുക്കാം. ഇപ്പം എൻ്റെ അടുത്ത് ലവും ഉണ്ട്, അപ്രീസിയേഷൻ്റെ പാത്രമുണ്ട്. ആ പാത്രം ഫുള്ളാണ് നോക്കുക. വേറൊരാൾ നമുക്കിത് തരികയാണെങ്കിൽ നമ്മൾ വളരെ ഹാപ്പി. ഇല്ലാത്തതാണെങ്കിലോ അതിനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ കാലിയായ പാത്രം കൊണ്ട് നടക്കാൻ നോക്കുക. ഒരാൾ സ്നേഹം തന്നാൽ ഞാൻ അറിയാതെ ചായും. അവിടെ നമ്മൾ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് ഇതെനിക്ക് ഫിറ്റായ ഒരാളാണോന്നോ, അല്ലെങ്കിൽ എനിക്കിത് പ്രാക്ടിക്കലി, അല്ലെങ്കിൽ എനിക്ക് ആത്മാർത്ഥമായി സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു മാച്ച് ചെയ്യുന്ന ആളാണെന്നൊന്നും അവിടെ ചോദ്യമില്ല. അവിടെ ലവ് ലഭിച്ചാൽ അവിടേക്ക് ചായും. അതുപോലെയാണ് അപ്രീസിയേഷൻ കിട്ടിയാൽ അവിടേക്ക് ചായും നമ്മൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എപ്പോഴും നമ്മുടെ പാത്രം നിറച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അബണ്ടൻസ് ആവണം. നമ്മൾ പാത്രം നിറച്ചുകൊണ്ടിരിക്കാൻ വളരെ സിമ്പിൾ മെത്തേഡാണ്. രാവിലെ എഴുന്നേറ്റിട്ട് കണ്ണാടുമ്പിൽ പോയി നിന്നിട്ട് പറയാം, നീ മിടുക്കനാണ്, നീ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമോ. അങ്ങനെ നമ്മുടെ പാത്രം നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുക. അപ്പൊ വാലിഡേഷൻ നമ്മൾ ആഗ്രഹിക്കില്ല വേറൊരാളിൽ നിന്ന്. അതെ, അപ്പോൾ വേറെ ആളുടെ കാര്യം കിട്ടിയിട്ട് വേണ്ട നമുക്ക് ജീവിക്കാം. ഇപ്പം ഈ പറഞ്ഞ ബസ്സിൽ എക്സാമ്പിൾ പോലെ ഞാൻ ചോദിച്ചോട്ടെ, ക്യൂരിയോസിറ്റി ചോദിക്കാം. അതായത് ഇപ്പം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അതിപ്പം എൻ്റെ അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അയാൾ വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അയാൾക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യണം എന്നുള്ളതാണ് അയാളല്ലേ ഇപ്പോൾ നിർബന്ധിക്കുന്ന ഒരു കാര്യം. സെൽഫ് ലവ് ഉള്ള ഞാൻ എനിക്കിഷ്ടമല്ലാത്ത കാര്യം ചെയ്യണോ? അതായത് അയാളുടെ താല്പര്യത്തിൽ എനിക്കിഷ്ടമല്ലാത്ത കാര്യം ചെയ്യണോ, അതോ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അതിൽ ഏത് തിരഞ്ഞെടുക്കണം? ഒരു 2 ചോയ്സ് ഉണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ബിഗ് സബ്ജക്റ്റാണ്. ഞാൻ ചുരുക്കി പറയാൻ ശ്രമിക്കും. ഈ പറയുന്ന വ്യക്തി നമ്മളുമായിട്ടുള്ള റിലേഷൻ, ഇപ്പോൾ ഒരു അച്ഛനും അമ്മയാണ് നോക്കുക. നമ്മളോടൊന്ന് ചോദിക്കുക. ഇപ്പം നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യേണ്ടി വരും. പക്ഷെ ആ ചെയ്യുന്നത് ഇഷ്ടത്തോടു കൂടി ചെയ്യണമെന്ന് മാത്രം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം അച്ഛനും അമ്മയും പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഇപ്പം നമുക്ക് എതിരല്ല എന്ന് നോക്കുക. അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്നതാണ് എങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ ചെയ്യുമ്പോൾ ശ്രമിക്കേണ്ട കാര്യം എന്താണ്? ഇതെൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹമാണ്, അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യണം. പക്ഷെ അത് ഞാൻ ചെയ്ത വലിയൊരു സാക്രിഫൈസ് ആയിരിക്കും. അപ്പോൾ അതായി പറയുന്നത് നമ്മളോട് ചോദിക്കണം, എന്താണ് വേണ്ടത്, എനിക്കെന്താണ് വേണ്ടത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം.
ഞാൻ വീട് വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോറാണ്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം ഒരു ഫ്ലോർ കൂടി വേണമെന്നാണ്. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു എന്ത് വേണം. ഒരു ലോൺ എടുക്കേണ്ടി വരും എനിക്ക് അടുത്തൊരു ഫ്ലോർ ഉണ്ടാക്കാൻ. ഞാൻ ഫൈനലി ഡിസൈഡ് ചെയ്തു ആ സാക്രിഫൈസ് ചെയ്യാം. പക്ഷെ അത് ചെയ്യുന്നത് എന്തുകൊണ്ടല്ല, ഫ്രസ്ട്രേഷനോടെയല്ല, ഞാൻ ഹാപ്പിനെസ്സോടെയാണ് ചെയ്യുന്നത്. എന്ത്, അവരുടെ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനൊരു ലോൺ എടുത്തെങ്കിലും ഞാൻ ആ നില കൂടി പണിയുന്നു. ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് അതാണ്. എനിക്ക് 2 നിലയുള്ളൊരു വീടുണ്ടാവും. കാരണം സത്യത്തിൽ അവരാ, അല്ലെങ്കിൽ ഞാൻ എന്തേ ചെയ്യുള്ളൂ, ഒരു നില വീട്ടിലേ നിൽക്കുള്ളൂ. മാത്രമല്ല നമുക്കൊരു ഗസ്റ്റ് വന്നാലൊക്കെ സൗകര്യമുള്ള അത്യാവശ്യം നല്ലൊരു വീടായിട്ട് അത് മാറാൻ കാരണം പോലും അവരാണ്. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ ഹാപ്പിനെസ്സിൽ ചെയ്യണം. മറ്റേത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്ത് പൂർത്തിയാക്കാൻ പോലും നമ്മൾ കഴിയാത്ത തരം നമ്മൾ ഫ്രസ്ട്രേഷനിലേക്ക് പോകും, ഹാപ്പിനെസ്സിലല്ല ചെയ്യുന്നതെങ്കിൽ. ഇനി നിങ്ങൾക്ക് അത് ഹാപ്പിനെസ്സിലല്ല ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല എങ്കിൽ നിങ്ങൾക്ക് അവരോട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എനിക്കിത് ചെയ്യാൻ കഴിയില്ല. ഞാനിത് ഹാപ്പിനെസ്സോടുകൂടി ചെയ്തു അവർ പറയുന്ന കാര്യം. ഒരു ലോങ് ടേമിൽ എനിക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ട് വന്നു. ഞാൻ അന്ന് എന്താണ് പ്രതീക്ഷ അത് തന്നെ എനിക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അന്ന് ഞാൻ അതാണ് ഇതിൻ്റെ പോയിന്റ് അവിടെയാണ്. ഞാൻ അന്ന് ഇത് ചെയ്താൽ എനിക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടത്, എനിക്ക് പ്രോബ്ലം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് എങ്കിൽ, ബട്ട് ഇതിനാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയാം. സന്തോഷത്തോടെ ചെയ്യണം. ഞാൻ അത്ര ഇതിനെപ്പറ്റി ഞാൻ ആലോചിക്കുന്നില്ല. ഇൻ കേസ് എനിക്ക് ഫ്യൂച്ചറിൽ അപ്പോൾ ഇത് കാരണം ഉണ്ടായാലും അത് നിങ്ങൾ സന്തോഷത്തോടു കൂടി ചെയ്തതാണെങ്കിൽ അതുകൂടി ഏറ്റെടുക്കാൻ തയ്യാറാവണമല്ലോ. പിന്നെ അത് അവർ പറഞ്ഞിട്ടാണ് ചെയ്തതെന്നുള്ളൊരു അതില്ല, നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടല്ല. ഇതാണ് ഇതിൻ്റെ കാര്യം. സെൽഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവിടെയാണ്. അവർ പറഞ്ഞത് എന്താണ്, നമ്മൾ ഇതിലേക്ക് ചിന്തിക്കുവാനും കടക്കുവാനും കാരണമായി എന്നാണ്. നിങ്ങൾ ചെയ്താൽ ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. പിന്നെ നിങ്ങൾക്ക് ഒരാളെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. എൻ്റെ തീരുമാനം നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങൾ നിൽക്കണം. വേറൊരാളുടെ തീരുമാനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യരുത്.